ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബ്ലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് കറിക്ക് ഞാൻ ഇക്കാനെ കൊണ്ടിക്കാൻ ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ പിന്നെ തക്കാളി ഉണ്ടായിരുന്നു, മുട്ടയുണ്ടായിരുന്നു. തക്കാളി ഒറ്റയ്ക്ക് താളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിബിലി മോന് കൂട്ടില്ല. അപ്പോൾ ഞാൻ എന്താട്ടി തക്കാളി മുട്ടച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ ഞാൻ എൻ്റെ ചെറിയൊരു ചമ്പട്ടി ഉണ്ട് കേട്ടോ, അത് ഞാനൊന്ന് ഗ്യാസുമ്മ തന്നെ വെച്ചിട്ട് അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതൊന്ന് ചൂടായതിൻ്റെ ശേഷം 2 ഏലക്കായും പട്ടിയും കൂടെ ഒന്ന് അതുകൊണ്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അത് ചെറുതായി കട്ട് ചെയ്തെടുത്ത് ഉള്ളിയും 2 ക്യാരറ്റ് കഷ്ണം പിന്നെ 2 പച്ചമുളകും കൂടി കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അതൊന്നാണ്ട് ഇട്ട് കൊടുത്ത് അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം വഴറ്റി കൊടുത്തു കേട്ടോ. പിന്നെ അതൊന്ന് അത്യാവശ്യം വഴണ്ടി വന്നതിന് ശേഷം 2 തക്കാളി കട്ട് ചെയ്തത് 2 സ്പൂൺ വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ തക്കാളിയും ഉള്ളിയും കൂടി ഒന്ന് ജസ്റ്റ് വഴണ്ടി വന്നതിന് ശേഷം 2 തണ്ട് ചപ്പവും വേപ്പിലയും കൂടി ഒന്ന് ഇട്ടെടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാനിട്ട് ശേഷം ഒന്ന് മൂടി വെച്ചു. അങ്ങനെ 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ അത് നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അതിന് ശേഷം 3 മുട്ട എടുത്തിരുന്നു, അതിൽ ഓരോന്നായിട്ട് പൊട്ടിച്ച് അതിലൊഴിച്ച് കൊടുക്കുകയാണേ. എല്ലാവർക്കും തക്കാളി താളിപ്പൊക്കെ നല്ല ഇഷ്ടമായിരിക്കില്ലേ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ നമ്മൾ ഷിബിലി മോൻ ഒഴിച്ചിട്ടാ. ഷിബിലി മോനക്ക് തക്കാളി അതിനോടെന്തോ ഒരു അലർജിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവനക്ക് ഏതായാലും തക്കാളി താളിപ്പ് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇത് പിന്നെ മുട്ടൻ്റെ ഒരു അംശം എവിടെയെങ്കിലും എന്നുണ്ടെങ്കിൽ അവന് കഴിച്ചോളൂ കേട്ടോ. അങ്ങനത്തെ 3 മുട്ടയും പൊട്ടിച്ച് പാർന്നിട്ടോ നല്ലോണം അതിലിട്ടൊന്ന് മിക്സ് ചെയ്തു. പിന്നെ ഒത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. പിന്നെ ആ മിക്സിയിലോട്ട് തന്നെ ഇത്തിരി ചപ്പും കൂടി ഇട്ടെടുത്ത് ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് ഉച്ചക്ക് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ 4 പേർക്കും ഒന്നിച്ച് ചോറ് വെച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഉച്ചക്ക് മാത്രം ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് മാത്രം എടുത്തിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ തക്കാളി മുട്ട ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാത്രിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ കൂട്ടാനൊക്കെ ഒപ്പിക്കാമെന്ന് വെച്ചു കേട്ടോ. പിന്നെ അത്യാവശ്യത്തിന് കുറച്ച് കുരുമുളക് ഒഴിച്ച് കൊടുത്തു, കാരണം കറിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അത്യാവശ്യം എരിവുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് കൂടുതൽ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ കറിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റിയ ഒരു വിഭവമാണ് കേട്ടോ തക്കാളി മുട്ടച്ചോറ്. ഇത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ചെയ്യും കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ നിങ്ങളും തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ നമ്മൾ തക്കാളി മുട്ടച്ചോറ് റെഡി ആയതിൻ്റെ മുകളിൽ ഒരിത്തിരി ചപ്പും വേപ്പിലയും കൂടി വീണ്ടും ഒന്നിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഭംഗിക്കായിട്ട് വെച്ചതാണ് കേട്ടോ ഈ ഒരു വേപ്പിലത്തണ്ട്. പിന്നെ ഒരു ഇത്തിരി ആർക്കേജും ഒഴിച്ച് കൊടുത്തു. പിന്നെ തിന്ന് നോക്കിയപ്പോൾ എല്ലാവരും പറയട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുമായിരുന്നു കേട്ടോ. ഇവരെല്ലാവരും തിന്നത് ഞാനിതിൽ കാണിക്കുന്നില്ല കേട്ടോ. എല്ലാത്തിലും നമ്മൾ തിന്നത് കാണിക്കുമ്പോൾ അതൊരു രസം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് വെറുതെ ഒരു മുട്ട ഇട്ട് കൊടുത്താണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ സാലഡാണ് കേട്ടോ ഉണ്ടാക്കിയത്. സാലഡാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ ഈ മുട്ടച്ചോറിൻ്റെ കൂടെ. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊക്കെയുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.